ഖത്തറിൽ തടവിലായിരുന്ന 8 ഭാരത നാവികസേന ഉദ്യോഗസ്ഥർക്ക് മോചനം. 7 പേർ ഭാരതത്തിൽ തിരിച്ചെത്തി. ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഖത്തർ അറസ്റ്റ് ചെയ്തിരുന്നത്. ഖത്തർ അമീറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, കഴിഞ്ഞ വർഷമായിരുന്നു 8 പേരെ ഇതുപോലെ ചാരവൃത്തി ആരോപിച്ച് ഭാരത നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തടവിലായിരുന്ന 8 ഭാരത നാവികസേന ഉദ്യോഗസ്ഥർക്ക് മോചനമായിരിക്കുകയാണ്. 7 പേർ ഭാരതത്തിൽ തിരിച്ചെത്തിയെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഖത്തർ അറസ്റ്റ് ചെയ്തിരുന്നത്. ഖത്തർ അമീറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തിയിരിക്കുകയാണ്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, കഴിഞ്ഞ വർഷമായിരുന്നു ഇത്തരത്തിൽ 8 പേരെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചാരവൃത്തി ആരോപിച്ചായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നത്. എപ്പോഴാണ് ഇവര് ഭാരതത്തിൽ തിരിച്ചെത്തിയത്? ഇന്ത്യൻ നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്ന മലയാളിയുമായ രാകേഷ് ഗോപകുമാർ ഉൾപ്പെടെ 8 പേരാണ് ഖത്തറിൽ കുടുങ്ങിയിരുന്നത്. ഖത്തർ അമീർ 8 പേരെയും വിട്ടയക്കുവാനുള്ള ഉത്തരവ് നൽകിയിരുന്നു. 2023 ഒക്ടോബറിലാണ് ഇവർക്ക് ഖത്തറിലെ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് കഴിഞ്ഞ ഡിസംബറിൽ അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള തടവ് എന്നാൽ ഈ മേൽക്കോടതി ശിക്ഷിക്കുകയും ചെയ്തു. അൽ ദഹ്റ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന 8 പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ചാരപ്രവൃത്തി ആരോപിച്ചവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തി എന്നത് സംബന്ധിച്ച് ഖത്തറിനോ അല്ലെങ്കിൽ ഭാരതത്തിനോടോ ഇക്കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാർച്ച് 25-ന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബറിൽ വിചാരണ ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഈ വിചാരണയിലാണ് വധശിക്ഷ അനുഭവിച്ചത്. മുൻ നാവികസേന ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാവരും. അതിനാൽ തന്നെ ചാരപ്രവർത്തിക്കാണ് ഇവർ ഖത്തറിലെത്തിയതെന്നും അതിനാൽ തന്നെ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നതും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചാർത്തിയിരുന്നതെങ്കിലും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള നയതന്ത്ര സമ്മർദ്ദമാണ് ഇപ്പോൾ ഇവരെ വിട്ടയക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ഖത്തർ എത്തുവാനുള്ള പിന്നിൽ.